അമേരിക്കയിൽ ഉന്നത പഠനത്തിനായി പോകുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണ് പഠനശേഷം അവിടെ ജോലി ചെയ്യുക എന്നത്. എന്നാൽ പലപ്പോഴും വിസ നിയമങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ലാത്തത് മൂലം മികച്ച അവസരങ്ങൾ പലർക്കും നഷ്ടമാകാറുണ്ട്. അടുത്തിടെ ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത പ്രവാസി വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ഒരു പ്രമുഖ ഇമിഗ്രേഷൻ അറ്റോർണി ചൂണ്ടിക്കാട്ടിയ ഈ വിഷയം ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ് അഥവാ OPTയിൽ ലഭ്യമായ സ്വയം തൊഴിൽ എന്ന സാധ്യതയെക്കുറിച്ചാണ്. പല വിദ്യാർത്ഥികളും കരുതുന്നത് ഒരു വലിയ കമ്പനിയിൽ നിന്ന് ഓഫർ ലെറ്റർ ലഭിച്ചാൽ മാത്രമേ അമേരിക്കയിൽ തുടരാനാകൂ എന്നാണ്. എന്നാൽ നിങ്ങൾക്ക് സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പോ ബിസിനസ്സോ തുടങ്ങിക്കൊണ്ട് നിയമപരമായി അമേരിക്കയിൽ തുടരാനാകുമെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് OPT നിയമങ്ങൾ, സ്വയം തൊഴിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിയമപരമായ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ചാണ്. ആദ്യം തന്നെ എന്താണ് ഈ OPT എന്ന് ലളിതമായി മനസ്സിലാക്കാം. അമേരിക്കയിൽ F1 വിസയിൽ പഠിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന വിഷയവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ജോലി പരിചയം നേടുന്നതിനായി നൽകുന്ന താൽക്കാലിക തൊഴിൽ അനുമതിയാണിത്. ഇത് പ്രധാനമായും 2 തരത്തിലാണുള്ളത്. ഒന്ന് പ്രീ കംപ്ലീഷൻ OPT, പഠനം പൂർത്തിയാക്കുന്നതിന് മുൻപ് ചെയ്യുന്ന ജോലി. രണ്ടാമത്തേത് പോസ്റ്റ് കംപ്ലീഷൻ OPT, പഠനം പൂർത്തിയാക്കിയ ശേഷം ലഭിക്കുന്ന 12 മാസത്തെ തൊഴിൽ അനുമതി. കൂടാതെ സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് വിഷയങ്ങൾ പഠിച്ചവർക്ക് 24 മാസത്തെ അധിക കാലാവധി കൂടി ലഭിക്കും. ആകെ 3 വർഷം വരെ ഇവർക്ക് ജോലി ചെയ്യാം. ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് പ്രകാരം ഒരു മുൻ അന്താരാഷ്ട്ര വിദ്യാർത്ഥിക്ക് അമേരിക്കയിൽ ജോലി ചെയ്യാനുള്ള അവസരം നഷ്ടമായത് OPT നിയമങ്ങളെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ടാണ്. പഠനം കഴിഞ്ഞ് ഒരു ജോലി കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് ആ വിദ്യാർത്ഥി രാജ്യം വിട്ടു. എന്നാൽ സ്വന്തമായി ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് നിയമപരമായി അമേരിക്കയിൽ തുടരാമായിരുന്നുവെന്ന് ഇമിഗ്രേഷൻ അറ്റോർണി ചൂണ്ടിക്കാട്ടുന്നു. പലരും ജോലി അന്വേഷിച്ച് നടക്കുമ്പോൾ അൺഎംപ്ലോയ്മെന്റ് ഡേയ്സ് കണക്കാക്കപ്പെടുകയും 90 ദിവസം കഴിഞ്ഞാൽ രാജ്യം വിടേണ്ടി വരികയും ചെയ്യുന്നു. ഇവിടെയാണ് സെൽഫ് എംപ്ലോയ്മെന്റിന് വലിയ പ്രാധാന്യം നൽകുന്നത്. OPT കാലയളവിൽ ഒരാൾക്ക് സ്വന്തമായി ബിസിനസ് തുടങ്ങാം. എന്നാൽ അതിന് കടുത്ത നിബന്ധനകളുണ്ട്. നിങ്ങൾ തുടങ്ങുന്ന ബിസിനസ് നിങ്ങൾ പഠിച്ച വിഷയവുമായി നേരിട്ട് ബന്ധമുള്ളതായിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചതെങ്കിൽ ഒരു IT കൺസൾട്ടൻസി അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സ്റ്റാർട്ടപ്പ് തുടങ്ങാം. എന്നാൽ ഒരു റെസ്റ്റോറന്റ് തുടങ്ങാൻ നിയമം അനുവദിക്കില്ല. ബിസിനസ് ലൈസൻസ്. വെറുതെ ഒരു പേരിൽ ബിസിനസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പോരാ, അത് നിയമപരമായി രജിസ്റ്റർ ചെയ്തിരിക്കണം. ആവശ്യമായ ബിസിനസ് ലൈസൻസുകളും ഉണ്ടായിരിക്കണം. ആഴ്ചയിൽ കുറഞ്ഞത് 20 മണിക്കൂറെങ്കിലും ബിസിനസ്സിൽ സജീവമായി ഏർപ്പെടണം. ബിസിനസ് നടക്കുന്നുണ്ടെന്ന് തെളിയിക്കുന്ന ടാക്സ് രേഖകൾ, ഇൻവോയ്സുകൾ, ബിസിനസ് കരാർ എന്നിവയും സൂക്ഷിക്കണം. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആദ്യത്തെ 12 മാസത്തെ OPT കാലയളവിൽ സ്വയം തൊഴിൽ താരതമ്യേന എളുപ്പമാണ്. എന്നാൽ 24 മാസത്തെ STEM എക്സ്റ്റൻഷനിലേക്ക് വരുമ്പോൾ നിയമങ്ങൾ കൂടുതൽ കർശനമാകുകയാണ്. നിങ്ങളുടെ കമ്പനി വെരിഫൈ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. STEM OPTയിൽ ഒരു ബോണഫൈഡ് തൊഴിലുടമ തൊഴിലാളി ബന്ധമുണ്ടായിരിക്കണം. അതായത് നിങ്ങളെ നിയന്ത്രിക്കാനും മേൽനോട്ടം വഹിക്കാനും മറ്റൊരാൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ തന്നെ നിങ്ങളെ സൂപ്പർവൈസ് ചെയ്യുന്നത് STEM OPTയിൽ അനുവദനീയമല്ല. അതിനാൽ സോളോ സംരംഭകർക്ക് STEM എക്സ്റ്റൻഷൻ ലഭിക്കാൻ പ്രയാസകരമായിരിക്കും. നിലവിലെ സാമ്പത്തിക സാഹചര്യത്തിൽ അമേരിക്കയിലെ വലിയ കമ്പനികൾ പലപ്പോഴും പിരിച്ചുവിടലുകൾ നടത്തുന്നുണ്ട്. H1B വിസ ലോട്ടറി കിട്ടാത്തവരും ഏറെയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ OPTയിലെ സ്വയം തൊഴിൽ ഓപ്ഷൻ വിദ്യാർത്ഥികൾക്ക് 3 പ്രധാന നേട്ടങ്ങളും നൽകുന്നുണ്ട്. അൺഎംപ്ലോയ്മെന്റ് ക്ലോക്ക് നിർത്താം. അതായത് OPTയിൽ ആകെ 90 ദിവസം മാത്രമേ തൊഴിലില്ലാതെ ഇരിക്കാൻ അനുവാദമുള്ളൂ. സ്വന്തം ബിസിനസ് തുടങ്ങുന്നതിലൂടെ ഈ കാലാവധി അവസാനിക്കുന്നത് തടയാം. സ്വന്തം നിലയിൽ പ്രൊജക്ടുകൾ ചെയ്യുന്നത് നിങ്ങളുടെ റെസ്യൂമിക്ക് വലിയ മൂല്യം നൽകും. നിങ്ങളുടെ സ്വന്തം കമ്പനി വഴി തന്നെ പിന്നീട് H1B വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാം. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ ഡെസിഗ്നേറ്റഡ് സ്കൂൾ ഒഫീഷ്യലിനെ കൃത്യമായി വിവരങ്ങൾ അറിയിക്കണം. സർവീസ് പോർട്ടലിൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. ഒരു മികച്ച ഇമിഗ്രേഷൻ അറ്റോർണിയുടെ സഹായം തേടുന്നത് എപ്പോഴും നല്ലതാണ്. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ പലരും അവസരങ്ങൾ നഷ്ടപ്പെടുന്നത് നിയമം അറിയാത്തത് കൊണ്ടാണ്. വെറുതെ ഒരു കമ്പനി പേപ്പറിൽ ഉണ്ടാക്കുന്നത് വലിയ അപകടമാണ്. ഭാവിയിൽ ഗ്രീൻ കാർഡ് അപേക്ഷിക്കുമ്പോഴോ മറ്റ് വിസകൾക്ക് ശ്രമിക്കുമ്പോഴോ ഇത് വിനയായേക്കാം. അമേരിക്കയിലെ വിസ നിയമങ്ങൾ വളരെ സങ്കീർണമാണ്. എന്നാൽ അവ കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ ഒട്ടേറെ വാതിലുകളും തുറക്കപ്പെടും. OPT നിയമങ്ങളിലെ സ്വയം തൊഴിൽ സാധ്യത കേവലം ഒരു പഴുതല്ല, മറിച്ച് സംരംഭകത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വശമാണ്. നിങ്ങളൊരു ജോലി കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിയമപരമായ വഴികളിലൂടെ ഈ സാധ്യത ഉപയോഗപ്പെടുത്തുക.